21st ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 21st ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ലോ സ്പിൻ കോംപ്ലക്സ്. കുറെ ലോ സ്പിൻ കോംപ്ലക്സ് തന്നിട്ടുണ്ട്. ദി സം ഓഫ് ദി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ഓഫ് ദി കോംപ്ലക്സ് ഹാവിംഗ് യെല്ലോ കളർ. ഇതിൽ ആരാ യെല്ലോ കളർ നോക്കണം. എന്നിട്ട് ആ കോംപ്ലക്സിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും ആഡ് ചെയ്യണം. അപ്പൊ ഇത് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയിലുണ്ടാകൂല. ഒന്നാമത്തെ ആളുടെ കളർ ഞാൻ എഴുതി തരാം. അത് യെല്ലോ കളറാണ്. രണ്ടാമത്തെ ആളുടെ കളർ എന്താണ്? ഏകദേശം ഒരു ലെമൺ യെല്ലോ കളറാണ്. അടുത്ത ആളുടെ കളർ എന്താ? ബ്രൈറ്റ് റെഡാ. ബ്രൈറ്റ് അതങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ വേറെ മാർക്കല്ല. ബ്രൈറ്റ് റെഡാണ്. ഇയാളുടെ കളർ റെഡിഷ് ബ്രൗൺ ആണ്. ഇയാളുടെ കളർ ഡീപ്പ് ബ്ലൂ കളറാണ്. ഡീപ്പ് ബ്ലൂ. അതിൽ യെല്ലോ ആരാള്? ഈ രണ്ടാളുമാണ് യെല്ലോക്കാര്. അപ്പൊ ഈ രണ്ട് കോംപ്ലക്സിന്റെയും മാഗ്നറ്റിക് മൊമെന്റിന്റെ സമ്മാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം, ഇവിടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചൂടെ? കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ കൊബാൾട്ട് 3+ ആ കിട്ടുക. അടുത്തതിൽ Fe ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ Fe 2+ ആ കിട്ടുക. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ 3d6 ആണ്. Fe 2+ എന്ന് പറയുമ്പോൾ എന്താ? 3d6 ആണ്. രണ്ടിലും എന്താ? സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പോൾ 3d6 6 ഇലക്ട്രോണും പെയർ ചെയ്യിപ്പിക്കും. 1 2 3 4 5 6 പെയർ ചെയ്യും. ഇവിടെയും അതേപോലെ. അപ്പൊ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 0. അപ്പൊ ഇയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് 0, ഇയാളുടെയും 0. അപ്പൊ ആൻസർ എന്താ വരിക? ടോട്ടൽ സം എന്താ വരിക? ടോട്ടൽ 0 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് കളർ പഠിച്ചിട്ട് യെല്ലോ കോംപ്ലക്സിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടും ആഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടിലും 3d6 ആണ് എന്ന് കിട്ടി. രണ്ടും സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആയതുകൊണ്ട് എല്ലാം പെയർ എടുത്താൽ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 0, ഡയാമാഗ്നറ്റിക്. ഓക്കെ.